കീറിപ്പറിഞ്ഞ ബൂട്ടുമായി കളിക്കാൻ വന്നതിന് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ബാലൻ. ചികിത്സിക്കാൻ പണമില്ലാതെ തൻ്റെ അച്ഛൻ മരിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഒരു മകൻ. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം തൻ്റെ അച്ഛൻ ചികിത്സ കിട്ടാതെ മരിച്ച അതേ മണ്ണിൽ അയാൾ ഒരു വലിയ ആശുപത്രി പണിതു. തനിക്ക് കിട്ടാതെ പോയ വിദ്യാഭ്യാസം തൻ്റെ നാട്ടിലെ കുട്ടികൾക്ക് ലഭിക്കാൻ അയാൾ അവിടെ സ്കൂളുകൾ നിർമ്മിച്ചു. സതാംപ്ടണിലെ റെക്കോർഡ് ഹാർട്രിക്കിൽ തുടങ്ങി ലിവർപൂളിനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച് അൽ നസറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം വിസ്മയം തീർക്കുന്ന 2 തവണ സ്വന്തം രാജ്യത്തെ ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ചാമ്പ്യന്മാരാക്കിയ സെനഗലീസ് കിങ് സാദിയോ മാനെ. കോടികൾ സമ്പാദിച്ചിട്ടും ഇന്നും പൊട്ടിയ സ്ക്രീനുള്ള ഫോൺ ഉപയോഗിക്കുന്ന സഹജീവികളോട് എന്നും കരുണ കാണിക്കുന്ന ഈ മനുഷ്യൻ ഫുട്ബോൾ ലോകത്തെ വെറുമൊരു താരമല്ല, അയാൾ ഒരു വികാരമാണ്. ആഡംബരങ്ങളില്ലാത്ത വലിയ മനസ്സുള്ള സാദിയോ മാനയുടെ കണ്ണീരും പോരാട്ടവും നിറഞ്ഞ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. വെൽക്കം ബാക്ക് ടു ലിറിക്സ് ഓഫ് ദ ലൈഫ്. സെനഗലിലെ ബംബാലി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് സാദിയോ മാനെ ജനിച്ചത്. അച്ഛൻ ഗ്രാമത്തിലെ പള്ളിയിലെ ഒരു ഇമാമായിരുന്നു. മാനെ ഫുട്ബോൾ കളിക്കുന്നത് വീട്ടുകാർക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. പഠനത്തിൽ ശ്രദ്ധിക്കാനായിരുന്നു അവർ എപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് 7 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. മരുന്നിനും ചികിത്സക്കും പണമില്ലാത്തതുകൊണ്ടായിരുന്നു ആ മരണം. ആ സംഭവം മാനയെ തളർത്തിയെങ്കിലും എന്തെങ്കിലും വലിയ പണക്കാരനൊക്കെ ആവുമ്പോൾ തൻ്റെ ഗ്രാമത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന വാശി അവനിൽ അന്നേ ഉണ്ടായിരുന്നു. 15-ാം വയസ്സിൽ തൻ്റെ സ്വപ്നം തേടി ആരും കാണാതെ അവൻ വീട്ടിൽ നിന്നും ഒളിച്ചോടി. വീട്ടുകാരോട് പറയാതെ തൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ സഹായത്തോടെ അദ്ദേഹം തലസ്ഥാന നഗരമായ ഡാക്കറിലേക്ക് ഒളിച്ചോടി. ബസ് കൂലിക്കുള്ള പണം പോലും കയ്യിലില്ലാതെ കിലോമീറ്ററുകളോളം നടന്നാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. എന്നാൽ കീറിപ്പറിഞ്ഞ ബൂട്ടും മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി തലസ്ഥാന നഗരമായ ഡാക്കറിൽ എത്തിയ അവനെ എല്ലാവരും പരിഹസിച്ചു. പക്ഷേ ട്രയൽസിൽ അവൻ്റെ കളി കണ്ട കോച്ചുമാർ അമ്പരന്നുപോയി. അങ്ങനെ ജനറേഷൻ ഫുഡ് എന്ന അക്കാദമിയിൽ അദ്ദേഹത്തിന് അംഗത്വം ലഭിച്ചു. അവിടെ നിന്നാണ് മാനയുടെ കരിയർ തുടങ്ങുന്നത്. അക്കാദമിയിലെ മികച്ച പ്രകടനം കണ്ട ഫ്രഞ്ച് ക്ലബ്ബായ FC മെറ്റ്സ് മാനയെ അവരുടെ ക്ലബ്ബിലേക്ക് ക്ഷണിച്ചു. തൻ്റെ മകൻ ഫ്രാൻസിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് അവൻ്റെ കുടുംബം അവൻ്റെ കഴിവിൽ വിശ്വസിക്കാൻ തുടങ്ങിയത്. 2011 മാനയുടെ ഔദ്യോഗിക ഫുട്ബോൾ കരിയറിൻ്റെ തുടക്കം. യൂറോപ്പിലെ തണുപ്പും പുതിയ ഭക്ഷണ രീതികളും മാനയ്ക്ക് ആദ്യം വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൂടാതെ പരിക്കുകളും അലട്ടി. എന്നാൽ പതറാതെ പോരാടിയ അദ്ദേഹം 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ സെനഗലിനു വേണ്ടിയും മിന്നും പ്രകടനം കാഴ്ചവെച്ചു. ഇതോടെ യൂറോപ്പിലെ വലിയ ക്ലബ്ബുകളുടെ ശ്രദ്ധാകേന്ദ്രമായി മാനെ മാറി. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഓരോ ചുവടും വലിയ ലക്ഷ്യങ്ങളിലേക്കായിരുന്നു. 2012 4 മില്യൺ യൂറോ എന്ന റെക്കോർഡ് തുകയ്ക്ക് ഓസ്ട്രേലിയൻ ക്ലബ്ബായ റെഡ് ബുൾ സാൽസ്ബർഗ് മാനയെ സ്വന്തമാക്കി. അവിടെയാണ് മാനെ എന്ന ഗോൾ മെഷീൻ രൂപപ്പെടുന്നത്. 87 മത്സരങ്ങളിൽ നിന്ന് 45 ഗോളുകൾ അദ്ദേഹം നേടി. അവിടെ ലീഗ് കിരീടവും ആസ്ട്രേലിയൻ കപ്പും നേടിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ആദ്യ പ്രൊഫഷണൽ ട്രോഫികൾ ഉയർത്തി. 2014 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ സതാംപ്ടണിലേക്ക് താരം ചേക്കേറി. അവിടെ വെച്ചാണ് ലോകം മുഴുവൻ ചർച്ച ചെയ്ത ആ ചരിത്ര നേട്ടം മാനെ സ്വന്തമാക്കിയത്. വെറും 2 മിനിറ്റും 56 സെക്കൻഡും കൊണ്ട് ഒരു ഹാട്രിക്. പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ ഹാട്രിക് എന്ന റെക്കോർഡ് ഇന്നും മാനയുടെ പേരിലാണ്. 2016 യോർഗൻ ക്ലോപ്പ് മാനയെ ലിവർപൂളിലേക്ക് എത്തിച്ചു. അതൊരു വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു. മുഹമ്മദ് സലാ, ഫെർമീനോ എന്നിവർക്കൊപ്പം മാനെ കൂടി ചേർന്നതോടെ അത് ലോകത്തെ ഏറ്റവും ശക്തമായ മുന്നേറ്റ നിരയായി മാറി. മാനെ ലിവർപൂളിലുണ്ടായിരുന്ന കാലത്താണ് 30 വർഷത്തിന് ശേഷം ലിവർപൂളിന് ഒരു പ്രീമിയർ ലീഗ് കിരീടം ലഭിച്ചത്. കൂടാതെ ചാമ്പ്യൻസ് ലീഗ്, FA കപ്പ്, ക്ലബ് വേൾഡ് കപ്പ് എന്നിങ്ങനെ ഒത്തിരി കിരീടങ്ങൾ. 2018-19 സീസണിൽ പ്രീമിയർ ലീഗിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് മാനെ സ്വന്തമാക്കി. ലിവർപൂളിലെ എല്ലാ കിരീടങ്ങളും സ്വന്തമാക്കിയ ശേഷം പുതിയൊരു വെല്ലുവിളി തേടിയാണ് മാനെ ജർമ്മൻ കരുത്തരായ ബയേൺ മ്യൂണിക്കിൽ എത്തിയത്. ഏകദേശം 32 മില്യൺ യൂറോക്കായിരുന്നു ഈ കൈമാറ്റം. റോബർട്ട് ലെവൻഡോസ്കി എന്ന ഇതിഹാസം ക്ലബ്ബ് വിട്ടുപോയ ഒഴിവിലേക്കാണ് മാനെ എത്തിയത് എന്നത് അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തം നൽകി. തുടക്കത്തിൽ മികച്ച ഫോമിലായിരുന്നു മാനെ. ബുണ്ടസ് ലീഗിലെ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ നേടിക്കൊണ്ട് അദ്ദേഹം ആരാധകരുടെ പ്രിയങ്കരനായി. ബയേണിനൊപ്പം ബുണ്ടസ് ലീഗ കിരീടവും ജർമ്മൻ സൂപ്പർ കപ്പും അദ്ദേഹം സ്വന്തമാക്കി. എന്നാൽ ലോകകപ്പിന് തൊട്ടു മുമ്പ് ഏറ്റ പരിക്ക് അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി. പരിക്കിന് ശേഷം തിരിച്ചെത്തിയെങ്കിലും പഴയ വേഗത കണ്ടെത്താൻ അദ്ദേഹം പ്രയാസപ്പെട്ടു. കൂടാതെ ടീമിലെ സഹതാരവുമായുള്ള ചില അസ്വാരസ്യങ്ങളും വാർത്തകളിൽ ഇടം പിടിച്ചു. 2023 ഓഗസ്റ്റിലാണ് യൂറോപ്പിലെ പോരാട്ടങ്ങൾ മതിയാക്കി സാദിയോ മാനെ സൗദി അറേബ്യയിലെ കരുത്തരായ അൽ നസറിൽ എത്തിയത്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു നീക്കമായിരുന്നു അത്. കാരണം ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂട്ടുകാരനായാണ് മാനെ സൗദി മണ്ണിൽ ഇറങ്ങിയത്.
കളിക്കളത്തിൽ ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രി അതിവേഗം ക്ലിക്കായി. റൊണാൾഡോയുടെ ഫിനിഷിങ്ങും മാനെയുടെ മിന്നൽ വേഗത്തിലുള്ള നീക്കങ്ങളും അൽ നസറിനെ ഏഷ്യയിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ടീമാക്കി മാറ്റി. 2023 നടന്ന അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പ് വിജയിക്കുന്നതിൽ മാനെ നിർണായക പങ്കുവഹിച്ചു. അൽ നസർ ജേഴ്സിയിൽ മാനെ നേടിയ ആദ്യ കിരീടമായിരുന്നു അത്. പലരും കരുതിയത് വിരമിക്കുന്നതിന് മുന്നോടിയായി പണത്തിനു വേണ്ടിയാണ് മാനെ സൗദിയിൽ പോയതെന്നാണ്. എന്നാൽ മൈതാനത്തെ അദ്ദേഹത്തിന്റെ അധ്വാനം ആ വിമർശകർക്കുള്ള മറുപടിയായിരുന്നു. 2026 ജനുവരിയിലെ കണക്കനുസരിച്ച് ഈ സീസണിലും ഗോളുകളും അസിസ്റ്റുകളുമായി മാനെ തന്റെ ഫോം തുടരുന്നു. അൽ നസറിന്റെ മുന്നേറ്റ നിരയിൽ ഇന്നും ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമാണ് അദ്ദേഹം. സൗദിയിലെ ജീവിതം മാനെയെ കൂടുതൽ സന്തോഷവാനാക്കി. ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന മാനെക്ക് മക്കൾക്കും മദീനക്കും അടുത്തുള്ള ജീവിതം ആത്മീയമായി വലിയ സംതൃപ്തി നൽകുന്ന ഒന്നാണെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സൗദിയിലെ ആരാധകർക്കും അദ്ദേഹം പ്രിയപ്പെട്ടവനായി മാറി. ക്ലബ് ഫുട്ബോളിൽ എത്ര നേട്ടങ്ങൾ കൊയ്താലും സ്വന്തം രാജ്യത്തിനു വേണ്ടി ഒരു കിരീടം നേടുക എന്നതായിരുന്നു മാനെയുടെ ഏറ്റവും വലിയ സ്വപ്നം. 2012 തന്റെ 20-ാം വയസ്സിൽ സെനഗൽ ദേശീയ ടീമിനായി അരങ്ങേറ്റം കുറിച്ച മാനെ ഇന്ന് ആ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരമാണ്. പലപ്പോഴും കിരീടത്തിനടുത്തെത്തി കൈവിട്ടുപോയ ചരിത്രമാണ് സെനഗലിന് ഉണ്ടായിരുന്നത്. 2019 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ഫൈനലിൽ പരാജയപ്പെട്ടപ്പോൾ മാനെ മൈതാനത്ത് വിതുമ്പിക്കരഞ്ഞത് ലോകം കണ്ടു. എന്നാൽ 2022 അദ്ദേഹം ആ ചരിത്രം തിരുത്തി. ഫൈനലിൽ ഈജിപ്തിനെതിരെ നിർണായക പെനാൾട്ടി വലയിലെത്തിച്ച് സെനഗലിന് അവരുടെ ആദ്യത്തെ ആഫ്രിക്കൻ കപ്പ് മാനെ നേടിക്കൊടുത്തു. കരിയറിന്റെ അവസാന ഘട്ടത്തിലും മാനെ അത്ഭുതങ്ങൾ ബാക്കിവെച്ചു. 2026 ജനുവരിയിൽ നടന്ന ആഫ്രിക്കൻ കപ്പ് ഫൈനലിൽ കരുത്തരായ മൊറോക്കോയെ പരാജയപ്പെടുത്തി സെനഗലിനെ 2ാം തവണയും കിരീടത്തിലേക്ക് നയിച്ചത് മാനെയുടെ നേതൃത്വമായിരുന്നു. ഇതിഹാസ തുല്യമായ ആ വിജയത്തിന് ശേഷം താൻ ഇനി ആഫ്രിക്കൻ കപ്പിൽ കളിക്കില്ലെന്നും 2026 വേൾഡ് കപ്പിന് ശേഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. സെനഗലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം സാദിയോ മാനെയാണ്. 50-ലധികം ഗോളുകൾ. 2019-ലും 2022-ലുമായി 2 തവണ ആഫ്രിക്കൻ പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. സാദിയോ മാനെയുടെ ജീവിതം നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നതല്ല, നിങ്ങൾ എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് പ്രധാനം. ദാരിദ്ര്യത്തോടും പരിഹാസത്തോടും പൊരുതി ജയിച്ച ആ 15 വയസ്സുകാരൻ ഇന്ന് ലോകത്തിന് മുഴുവൻ ഒരു മാതൃകയാണ്. കയ്യിൽ കോടികൾ ഉണ്ടായിട്ടും തന്റെ വേരുകൾ മറക്കാത്ത, ആഡംബരങ്ങളെക്കാൾ കൂടുതൽ സഹജീവികളുടെ കണ്ണീരൊപ്പാൻ സമയം കണ്ടെത്തുന്ന ഈ മനുഷ്യനെ നമുക്ക് റിയൽ ലൈഫ് ഹീറോ എന്ന് തന്നെ വിളിക്കാം. സാദിയോ മാനെയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു താരത്തിൻ്റെ ജീവിതകഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.